ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ത്രീ കിങ്സ് ചലഞ്ച് എന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഗോസ്റ്റ് ചലഞ്ച് ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഗോസ്റ്റ് ചലഞ്ച് ഗെയിംസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഗെയിമാണ്. റെഡിറ്റ് എന്ന ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു യൂസറാണ് ആദ്യമായിട്ട് ഈ ഒരു ഗെയിമിന് തുടക്കം കുറിച്ചത്. 2 കണ്ണാടികൾ, 3 കസേരകൾ, ഒരു മെഴുകുതിരിയും തീപ്പെട്ടിയും, ഒരു ഫാനും അലാറ ഘടികാരവും വേണം ബാക്കപ്പിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു സഹായി കൂടി ഉണ്ടാവുന്നത് ബെറ്റർ ആയിരിക്കും. അതായത് നമ്മളെ സഹായിക്കാനായി ഒരു വ്യക്തി തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരിക്കണം. കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു ഉപയോഗ വസ്തുവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ഗെയിം ആരംഭിക്കാനായി. ജനലുകളൊന്നും ഇല്ലാതെ ഇരുട്ടുള്ള ഒരു വലിയ മുറിയിലായിരിക്കണം ഈ ഒരു ഗെയിം നടക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് ആ മുറിക്ക് മുന്നിലായിട്ട് നടുവിലായിട്ട് 3 കസേരകൾ ഇടണം. ആദ്യത്തെ കസേര സെൻറ്ററിൽ തന്നെ വെക്കണം. ആ കസേരയെ സിംഹാസനം എന്ന് പറയും. തൊട്ട് 2 സൈഡിലായിട്ട് 2 കസേരകൾ വീണ്ടും വെക്കുന്നു. അതിൽ ഒന്നിനെ ക്വീൻ എന്നും ഒന്നിനെ ഫൂൾ എന്നും പറയുന്നു. നടുവിലത്തെ കസേര, അതായത് സിംഹാസനത്തിന് അഭിമുഖമായി തൊട്ടടുത്ത 2 കസേരകളിലും 2 കണ്ണാടികൾ വെക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്ന വിധത്തിലായിരിക്കണം ആ കണ്ണാടികൾ വെക്കേണ്ടത്. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുലർച്ചെ 3:30 നമുക്ക് കളി ആരംഭിക്കാം. 11 മണിക്ക് മുന്നായി എല്ലാം നമ്മൾ റെഡിയായി വെക്കണം. ഒരു ഉറക്കവും കഴിഞ്ഞ് നമുക്ക് അലാറം വെച്ച് എഴുന്നേൽക്കേണ്ടതായിട്ട് വരും. പിന്നെ മെഴുകുതിരിയുമായി ആ ഇരുട്ടിലെ മുറിയിലേക്ക് നേരെ പോകാം. 3:38 മുമ്പായി സിംഹാസനത്തിൽ നമ്മൾ ഇരിക്കണം. കണ്ണാടിയിലേക്ക് നേരിട്ട് നോക്കാൻ ഒരിക്കലും പാടില്ല. മുന്നിലേക്ക് മാത്രം നോക്കുക. തൊട്ടടുത്ത് ആരെങ്കിലും വരുന്നതായി, അല്ലെങ്കിൽ എന്തെങ്കിലും അലർച്ചകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നിഴലുകൾ നിങ്ങളുടെ ഇരു സൈഡിലും കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും പതിയും. എന്തെങ്കിലും ഒരു അമാനുഷികത ഈ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ വാമൊഴി, അതായത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കണ്ണാടിയിലൂടെ അങ്ങനെ നിഴലുകളോ മറ്റോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയും. സോ നമ്മൾ ചോദിക്കുന്ന എന്ത് ചോദ്യമാകട്ടെ അതിനുള്ള ഉത്തരം നമുക്ക് ആ ഒരു സമയത്ത് അവിടെ നിന്ന് കിട്ടുമെന്നാണ് കേട്ടുകഥകൾ ഉള്ളത്. സോ ഈ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം കളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.